ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു ടിപ്പുമായിട്ടാണ്. നമ്മളിൽ മിക്കവരും രാത്രി ചപ്പാത്തിയാണ് ഡിന്നറായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ്. 10 ചപ്പാത്തി നമുക്ക് ഒരുമിച്ച് പരത്തുകയും ചെയ്യാം, അതുപോലെ തന്നെ ഒരുമിച്ച് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. ഈ ഒരൊറ്റ ടിപ്പ് കൊണ്ട് നമുക്ക് സമയവും ലാഭിക്കാം, അതുപോലെ തന്നെ ഗ്യാസും ലാഭിക്കാൻ പറ്റും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗം ഞാനിതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ അടിഭാഗവും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ അടിഭാഗവും മേൽഭാഗവും നമുക്കിതാ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് ഇതുകൊണ്ടൊരു നല്ല യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ആ ഒരു ഡിഷ് വാഷിൻ്റെ സ്ക്രബ്ബറിലുള്ള വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ജോലി കഴിഞ്ഞ് രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ ആ ഒരു ഡിഷ് വാഷിൻ്റെ സ്ക്രബ്ബറിലുള്ള വെള്ളമൊക്കെ ഈ ഒരു ബോട്ടിൽ കൂടെ ഒലിച്ച് താഴേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ. നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആ ബോട്ടിലിൻ്റെ മേൽഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് പിടിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സിസേഴ്സ് ഉപയോഗിച്ച് ഞാൻ അതിൻ്റെ അടിഭാഗം വരയ്ക്കും ഇതുപോലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പീസ് അങ്ങനെ ചെറിയ തോതിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് നമുക്ക് അവിടുന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് നമുക്കൊരു നല്ല യൂസ് ഉണ്ട്. നല്ലൊരു ഓർഗനൈസറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു ബോട്ടിലിനകത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ അത് നീറ്റായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നോളൂ കേട്ടോ. നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഒരു കപ്പ് വെക്കുന്ന സ്ഥലത്ത് നമുക്ക് 2-3 കപ്പൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ കപ്പൊക്കെ കഴുകിയതിന് ശേഷം അതിനകത്തുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലിനകത്തോട്ടേക്ക് ഒലിച്ചിറങ്ങിക്കോളും. നല്ലൊരു ടിപ്പാണ്. നമുക്ക് ഒരുപാട് സ്ഥലം ഇതുകൊണ്ട് ലാഭിക്കാൻ പറ്റും കിച്ചണിൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആ ബോട്ടിലിൻ്റെ അടിഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്തതിന് ശേഷം അടിയിൽ നിന്ന് നമുക്ക് മേൽഭാഗം വരയ്ക്കും ആ ഒരു ബോട്ടിലിൻ്റെ ഒരു കഴുത്ത് ഭാഗം വരയ്ക്കും നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈവണായിട്ട് നമുക്ക് ഇതുപോലെ അടിയിൽ നിന്നും മുകളിലേക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബോട്ടിൽ മുഴുവനും നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ബോട്ടിൽ മുഴുവനും ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈവണായിട്ട് അടിയിൽ നിന്ന് മുകൾഭാഗം വരയ്ക്കും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഈ ഒരു മൂടി കിട്ടുന്ന ഭാഗത്തേക്കായിട്ട് നമുക്കൊരു കോലൊക്കെ ഫിറ്റ് ചെയ്ത് നന്നായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മാറാലക്കോലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലുകൊണ്ട് നമുക്ക് നല്ലൊരു മാറാലക്കോൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല വലിയ കോലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മൂടി ഭാഗത്തൊക്കെ ആയിട്ട് വെച്ച് കൊടുത്ത് നല്ലൊരു മാറാലക്കോലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഒരുപാട് ബോട്ടിൽസ് ഉണ്ടാവും. ഞാൻ ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ നെയ്യൊക്കെ വാങ്ങിയിട്ടുണ്ടാകുന്ന ആ ഒരു ബോട്ടിലാണ്. അപ്പോൾ അതിലേക്ക് ഞാനിത് ഇതുപോലെ ഒന്ന് തുളയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു യൂസാണ് കേട്ടോ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു ബോട്ടിലുണ്ട് നമുക്ക് ആ ഒരു ബോട്ടിൽ നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം ഇതുപോലെ കുഞ്ഞു തുളയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു യൂസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലുണ്ട് ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ പൂരിക്കൊക്കെ മാവ് കഴിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ പരത്താനൊക്കെ യൂസ് ചെയ്യുന്ന മാവ് ഇതുപോലെ ഒരു ബോട്ടിലിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ മാവ് കുറഞ്ഞ അളവിലേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഒരുപാട് മാവ് നമ്മൾ വേസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല. നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ യൂസ് ചെയ്ത് കളയുന്ന ബോട്ടിലുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. ഒരുമിച്ച് നമുക്ക് 10 ചപ്പാത്തിയെങ്കിലും പരത്താനും അതുപോലെ തന്നെ ചുട്ടെടുക്കാനും പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ ആദ്യമേ ഞാനത് ചെറിയ ഒരു പൂരിയുടെ അളവിലാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കും 10 ചപ്പാത്തി ഒരുമിച്ച് പരത്തുന്നു എന്ന് പറഞ്ഞാൽ എന്തായി കാണിക്കുന്നതെന്ന്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ പൂരിയുടെ അളവിനൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ചപ്പാത്തിയും ഇതുപോലെ ചെറിയ ചെറിയ പൂരിയുടെ മാവിൻ്റെ അളവിൽ നമുക്കൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ഓയിലില്ലാണ്ടെയാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. ഞങ്ങൾക്ക് നൈറ്റ് ഉള്ള ചപ്പാത്തി ആയതുകൊണ്ട് ഞാൻ ഒട്ടും ഓയിലില്ലാണ്ടെയാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് അതിൻ്റെ മുകൾക്ക് നമ്മൾ മാവ് ഇടുന്ന ആ ഒരു സമയത്ത് തന്നെ കുറച്ച് എണ്ണയും വേണമെങ്കിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മാവ് മാത്രമാണ് നമുക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ആദ്യമായിട്ട് നമുക്ക് മാവ് ഒന്ന് പരത്തി കൊടുക്കാം. ചെറിയ പൂരിയുടെ മാവിൻ്റെ അളവിന് നമുക്ക് പരത്തി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയവും നമുക്ക് ഇതുപോലെ ലാഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസും ഇതുമൂലം ലാഭിക്കാം കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോഴാണ് ഞാനിത് എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനിവിടെ 6 ചപ്പാത്തിയാണ് ഞങ്ങൾക്ക് മതിയാവും. ഞങ്ങൾക്ക് ഇവിടെ 6 ചപ്പാത്തി കഴിക്കാനുള്ള ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് 6 ചപ്പാത്തി ഞാൻ ഇതുപോലെ പൂരിയുടെ അളവിന് റെഡിയാക്കിയതിന് ശേഷം ഇടയിൽ ഓരോ മാവിൻ്റെ ഇടയിലും കുറച്ച് മാവിട്ട് കൊടുത്തായിരുന്നു. ഇതുപോലെ നമുക്ക് ഈവണായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമ്മുടെ മാവൊക്കെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നമ്മൾ പൂരിയുടെ അളവിന് മാവ് പരത്തിയതിന് ശേഷം മാത്രം, ചപ്പാത്തി പരത്തിയതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ ചെയ്താലോടെ നമുക്ക് ഈവണായിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് ഇതുപോലെ കിട്ടുള്ളൂ. നമ്മൾ ആദ്യം മുതൽക്കേ നമ്മൾ 10 ഒരുമിച്ച് വെച്ച് പരത്താൻ നിന്നാൽ പരസ്പരം എല്ലാ മാവും ഒട്ടിപ്പിടിക്കും. നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് 10 ചപ്പാത്തി വരയ്ക്കും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ 6 ചപ്പാത്തി കഴിക്കാനുള്ള ആളെ വീട്ടിലുള്ളൂ. അതുകൊണ്ട് മാവ് വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ 6 ചപ്പാത്തി നിങ്ങൾക്ക് പരത്തി കാണിച്ചത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഈവണായിട്ട് തന്നെ മാവൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇത് അങ്ങനെ തന്നെ നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അതും എങ്ങനെയാണെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പാൻ ചൂടായതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ 6 ചപ്പാത്തിക്ക് നമ്മൾ പരത്തിയ മാവ് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും. ഇപ്പോൾ നമ്മൾ അടിയിലുള്ള ആ ഒരു ചപ്പാത്തിയാണ് വെന്തുകൊണ്ടിരിക്കുന്നത്. 6 ചപ്പാത്തി ഞാൻ ഒരുമിച്ചിട്ടിട്ടുണ്ട്. ഇതുമൂലം നമുക്ക് ഒരുപാട് ഗ്യാസും ലാഭിക്കാം, സമയവും ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് അടിയിലുള്ള ചപ്പാത്തി നന്നായിട്ട് വെന്ത് വന്നുകൊണ്ടിരിക്കും. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്കിത് അങ്ങനെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലുള്ള ചപ്പാത്തി വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു ചപ്പാത്തി വേവുന്ന ഒരു സമയം കൊണ്ടാണ് 6 ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ആ മുകളിൽ വെന്ത ആ ഒരു ചപ്പാത്തി ഒരു ഭാഗം മാത്രമാണ് വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പാടായിട്ട് തോന്നിയാൽ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഈസി ആകും. ഇപ്പോൾ ആ മുകളിലുള്ള ചപ്പാത്തി ഞാനിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ആ മുകളിൽ വന്ന ചപ്പാത്തിയുടെ അടിഭാഗം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെയാണ് നിങ്ങൾ ഓരോ ചപ്പാത്തിയും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചപ്പാത്തികളൊക്കെ വെന്ത് കിട്ടും. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തിരിച്ചിട്ട് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയാലും നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നല്ല ഈസി ആവട്ടോ. ഞാൻ 2-3 തവണ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ആദ്യം 3 ചപ്പാത്തിയാണ് ഒരുമിച്ച് ഉണ്ടാക്കിയത്. പിന്നീട് 4 ചപ്പാത്തി ഉണ്ടാക്കി. ഇപ്പോൾ ഞാൻ 6 ചപ്പാത്തി, പിന്നീട് ഞാൻ ഒരു ദിവസം വീട്ടിൽ ഗസ്റ്റ് ഉള്ള സമയത്ത് 10 ചപ്പാത്തി ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കിയായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈവണായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇപ്പോൾ ഞാൻ മുകളിൽ നിന്ന് 2ാമത്തെ ചപ്പാത്തി ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മേലെയും താഴെയായിട്ട് നമ്മൾ തിരിച്ചെടുത്ത് നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു സമയം മാത്രമാണ് ഇതിനാവുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കുറച്ചും കൂടെ ലെങ്ത് ആക്കിയത്. 6 ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും മുകളിലുള്ള ചപ്പാത്തി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഇടയിലുള്ള ചപ്പാത്തിയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ മാറ്റി ഇട്ട് കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, നിങ്ങൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നല്ല തിക്കായിട്ട് കുഴഞ്ഞിരിക്കരുത്. നല്ല തിക്കായിട്ട് തന്നെ നിങ്ങൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തിയുടെ ഇടയിലും നമ്മൾ പരത്തുന്ന ആ ഒരു സമയത്തുള്ള കാര്യം പറയുന്നത്. ഇടയിൽ നിങ്ങൾ മാവ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തവയിൽ ഇട്ട് കൊടുത്ത ആ ഒരു സമയത്ത് തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. ഉറപ്പായിട്ട് നിങ്ങൾ ഓരോ ചപ്പാത്തിക്ക് ഇടയിലും ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓയിലും അപ്ലൈ ചെയ്യുക.
അതുപോലെ തന്നെ മാവ് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് കുഴഞ്ഞു പോരും, നല്ല കട്ടിക്ക് തന്നെ മാവ് കുഴച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ തവയിലിടുന്ന സമയത്ത് തന്നെ ഓരോ ചപ്പാത്തി പരസ്പരം ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഫസ്റ്റ് ചെയ്തൊരു തെറ്റായിരുന്നു. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഞാൻ 2 ചപ്പാത്തി ഒരുമിച്ചിടാൻ ട്രൈ ചെയ്ത സമയത്ത് ഞാൻ 2 ചപ്പാത്തിക്ക് ഇടയിൽ കൊടുത്ത ആ ഒരു മാവിൻ്റെ അളവ് കുറവായിരുന്നു. അപ്പോൾ അതുപോലെ സംഭവിച്ചു. അപ്പോൾ നിങ്ങൾക്കത് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ ആ ഒരു കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. മാക്സിമം നമുക്ക് 10 ചപ്പാത്തിയൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ 10 ചപ്പാത്തി വരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ള ഫാമിലിക്കൊക്കെ നല്ല ആപ്റ്റായിട്ടുള്ളൊരു ടിപ്പാണ്. അതിനേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് സമയവും ലാഭിക്കാം, ഗ്യാസും നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. ഗ്യാസിനൊക്കെ ഒരുപാട് വിലയേറിയ സമയമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഈ ഒരു ടിപ്പ് ഒരുപാട് പ്രയോജനകരമാകും. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഞാൻ 6 ചപ്പാത്തിയും ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് കാണിക്കുന്നത്. എഡിറ്റിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ആ ഒരു വീഡിയോ അങ്ങനെ എടുത്തിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. 6 ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം. 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. നിങ്ങൾക്ക് കണ്ടാലറിയാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എണ്ണയൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് നൈറ്റ് കഴിക്കാനായതുകൊണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ 6 ചപ്പാത്തി 2 സൈഡും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. സമയം അതുപോലെ തന്നെ ഗ്യാസും ലാഭിക്കാൻ പറ്റിയ കിട്ടില്ല ടിപ്സാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.